നമുക്ക് അജയുടെയും ഭൂമിയുടെയും നല്ലൊരു കഥയായിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ ഭൂമി അജയോട് ഒരു കാര്യം പറഞ്ഞു. താലികെട്ടും കാര്യങ്ങളൊന്നും വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ തമ്മിൽ ഒരു വിവാഹ നാടകമാണ് കളിക്കുന്നത്. അതിനിടയ്ക്ക് താലിയുടെ ആവശ്യമൊന്നുമില്ല. പക്ഷെ അജയ് പറഞ്ഞു, താലിയൊന്നും ഇല്ലാതെ, താലികെട്ടില്ലാതെ നമ്മളൊരു വിവാഹം കഴിച്ചെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ഭൂമി എന്ന് പറഞ്ഞു. ഭൂമി പറഞ്ഞു, അതൊന്നും ശരിയാകത്തില്ല. ഒരു പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ നയന തിരിച്ചു വന്നു കഴിയുമ്പോൾ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് സാറിന് അറിയാവോ? അത് വേണ്ട സാറേ, നമ്മളൊരു നാടകമല്ലേ കളിക്കുന്നേ, എല്ലാവരെയും നമുക്ക് വിശ്വസിപ്പിച്ചാൽ പോരെ എന്നൊക്കെ പറഞ്ഞു. അജയ്ക്കും ഭയങ്കര വിഷമമായി. ആൽഫ്രഡ് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ താലികെട്ടൊക്കെ വേണം. ആൽഫ്രഡാ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ അതൊന്നും അറിയണ്ട, അതിൻ്റെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാന്ന്. പക്ഷെ ഭൂമിയാണെങ്കിൽ താലി കെട്ടാനായിട്ടൊരു സമ്മതിക്കുന്നുമില്ല. താലി കെട്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ വീട്ടുകാർ സമ്മതിക്കുമോ? ആ ഒരു ചിന്ത അജയുടെ മനസ്സിലുണ്ട്. കാരണം കള്ളത്തരമാണെന്ന് അവർക്ക് തോന്നുമെന്നൊരു ഭയമുണ്ടായിരുന്നു. പിന്നീട് ഭൂമി പോയി. ആ സമയത്ത് അജയുടെ മനസ്സിൽ നല്ല ടെൻഷനായിരുന്നു. അപ്പോൾ ഭൂമിക്ക് ഒരു പ്രതീക്ഷയുണ്ട്. ഇപ്പം സാറ് കേസിനെ കുറിച്ചൊക്കെ അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു നല്ല വക്കീലും കൂടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കേസിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവും. പിന്നീട് ഭൂമിയെ ശങ്കരനാരായണൻ വിളിക്കുന്നുണ്ട്. അപ്പം ഭൂമിയുടെ ക്രിമിനോളജി പഠിപ്പിച്ച പ്രൊഫസറാണ്. അങ്ങനെ വിളിച്ച് ഭൂമിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അമ്മയുടെ കേസിൻ്റെ കാര്യം എവിടം വരെ ആയെന്നൊക്കെ. അപ്പോൾ ഭൂമി കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സാറ് പറഞ്ഞു, ഞാനൊന്നും പറഞ്ഞില്ലേ, എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു വക്കീലിനെ കൊണ്ട് അമ്മയ്ക്ക് ജാമ്യം എടുപ്പിച്ച് അമ്മയെ പുറത്തിറക്കാൻ നോക്കണം. പിന്നീട് കുറച്ച് കാര്യങ്ങൾ, പോയിന്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ഭൂമിക്ക് മനസ്സിലായി, ഇവിടെ തൻ്റെ ബുദ്ധിയും പ്രവർത്തിക്കണം. കാരണം താൻ മറ്റുള്ളവരെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരുന്നിട്ട് കാര്യമില്ല. ഒടുവിൽ ഭൂമി ഒരു കാര്യം തീരുമാനിച്ചു. കാരണം ഈ പറയണ അച്യുതൻ്റെ ശരീരത്തിൽ മദ്യം ചെന്നിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. ഫോറൻസിക് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. പക്ഷെ ഒരിക്കലും അച്യുതൻ മദ്യപിക്കുന്ന ഒരാളല്ല. അന്നത്തെ ദിവസം മദ്യപിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു റിപ്പോർട്ട് വരണമെങ്കിൽ അത് കള്ള റിപ്പോർട്ട് ആയിരിക്കുമല്ലോ. ഒടുവിൽ ഭൂമി എന്ത് ചെയ്തു, അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ചില തന്ത്രങ്ങളൊക്കെ പ്രയോഗിക്കുന്നുണ്ട്. ആ ഡോക്ടർ കള്ളത്തരമാണ് കാണിച്ചതെന്നുള്ള കാര്യം ഭൂമിക്ക് നല്ല വ്യക്തമായിട്ട് അറിയായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഭൂമി എന്ത് ചെയ്തു, ആ വഴിക്ക് നീങ്ങുവാണ്. ഒടുവിൽ അയാളെ പോയി കാണാൻ തന്നെ തീരുമാനിച്ചു. അതിന് വേണ്ടിയിട്ട് ഭൂമി തൻ്റെ ഒരു ഫ്രണ്ടിനെ ഏർപ്പാടാക്കി. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അയാളുടെ കാര്യങ്ങളൊക്കെ പറയുകയാണ് ആ ഡോക്ടർ. അപ്പം അയാൾക്ക് അറിയാം, വ്യക്തമായിട്ട് അറിയാം താൻ ഈ ചെയ്തത് മോശം പരിപാടിയാണ്. പക്ഷേ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. പൈസ കൊടുത്തു കഴിഞ്ഞപ്പോൾ അയാൾ അങ്ങനെ ചെയ്തതാണ്. മദ്യം ശരീരത്തിലുണ്ടായിരുന്നൊക്കെ അങ്ങനെ ഫോറൻസിക് റിപ്പോർട്ട് എഴുതിയതാണ്. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഭൂമിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഭൂമി എന്ത് ചെയ്തു, അജയോട് വന്ന് കാര്യങ്ങളൊക്കെ പറയണം. ഒടുവിൽ അജയും ഭൂമിയും കൂടെ എന്ത് ചെയ്തു, അയാളെ കാണാനായിട്ട് പോകുന്നുണ്ട്. അയാളെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അജയ് അയാളെ ചോദ്യം ചെയ്യണം. ആദ്യമൊന്നും അയാൾ സമ്മതിച്ചില്ല. ഒടുവിൽ അയാൾക്ക് സത്യം സമ്മതിക്കേണ്ടതായിട്ട് വന്നു. അപ്പോഴേക്കും അജയ് അയാളുടെ കർണം അടിച്ചു പൊട്ടിച്ചു. താനിക്കൊരു ഡോക്ടറാണോട്, താനിക്ക് എന്ത് പരിപാടിയാണ് കാണിക്കണേ, ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചോണ്ട്, താൻ ഒരാൾ കാരണം ആ പാവം പിടിച്ച അമ്മ, ഭൂമിയുടെ അമ്മ ഇപ്പോഴും ജയിലിൽ തന്നെയാണ് കിടക്കുന്നത്. യഥാർത്ഥ കൊലയാളി പുറത്ത് വിലസിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെയായിട്ടും കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ തന്നെ പിടിച്ചകത്തുണ്ടാന്നൊക്കെ പറഞ്ഞു. അയാൾ ശരിക്കും ഭയന്ന് പോയിട്ടുണ്ടായിരുന്നു. കാരണം ഒരിക്കലും അയാൾ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ചെയ്തത്. പിന്നീട് ഭൂമിയോട് വന്നിട്ട് അജയ്, സോറി കേട്ടോ ഭൂമി, നീ ഇതിനെക്കുറിച്ച് മുമ്പ് എന്നോട് പറഞ്ഞതാണ്. പക്ഷെ അന്ന് ഞാനിത് ഇത്ര കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഭൂമി കാരണം സഹിതം വ്യക്തമാക്കിയതാണ്, തെളിവുകൾ സഹിതം. എൻ്റെ അച്ഛനൊരിക്കലും മദ്യപിക്കുന്ന ആളല്ല, മദ്യപിച്ചിട്ടുമില്ല, എനിക്ക് ഉറപ്പുണ്ടെന്ന്. പക്ഷേ എങ്കിലും ഫോറൻസിക് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, അതായത് മദ്യപിച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ തെളിഞ്ഞത്. അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചെയ്യുന്നപ്പോൾ ഉള്ളിൽ മദ്യം ഉണ്ടല്ലോ, അപ്പം പിന്നെ പ്രത്യേകിച്ചൊന്നും നോക്കാനില്ലല്ലോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു അജയ്ക്ക്. അങ്ങനെ അജയ്ക്ക് മനസ്സിലായി തൻ്റെ തീരുമാനങ്ങളൊക്കെ തെറ്റായിരുന്നു. ഇതിൻ്റെ പിന്നിൽ മറിഞ്ഞിരിക്കുന്ന കൊലയാളി അയാൾ ശക്തനാണ്. അതുകൊണ്ടാണ് അയാൾ ഇമാതിരി കാര്യങ്ങളൊക്കെ തിരുത്തിയിരിക്കുന്നത്, പൈസ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതിന് പണം കൊടുത്ത ആരാന്ന് മാത്രം ഡോക്ടർക്കും അറിയത്തില്ല. ഒരു ഏജന്റ് മുഖേനയാണ് പണം കൊടുത്തിരിക്കുന്നത്. അത് ശരിക്കും ഭവാനിയാണ് ചെയ്യിച്ചിരിക്കുന്നത്. പക്ഷെ ഭവാനിയുടെ പേര് അവിടെ ഒരു സ്ഥലത്തും ഇല്ല താനും. ഭൂമിക്ക് ഭയങ്കര സന്തോഷമായി. അജയ് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ തൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അജയ് സാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഓർത്തു. ഭൂമി എന്ത് ചെയ്തു, അങ്ങനെ വൈകുന്നേരം ഷോപ്പൊക്കെ അടച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ കുറച്ച് ലേറ്റായിട്ട് സന്ധ്യ ആയിട്ടാണ് പോകുന്നത്. അത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ താനും. ലക്ഷ്മി ചേച്ചിയാണെങ്കിൽ കുറച്ച് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭൂമി സ്കൂട്ടി എടുത്തുകൊണ്ട് പോവുക. അപ്പോൾ ഈ സ്കൂട്ടിക്ക് ചില സമയത്തൊരു സ്വഭാവമുണ്ട്,
ഇടയ്ക്ക് സ്കൂട്ടി നിന്ന് പോകും. അപ്പോഴത്തേനും ഭൂമിക്ക് ആ പട വിഷമോ, സ്കൂട്ടി നന്നാക്കാറായതാ. പക്ഷേ എങ്കിൽ അതിനുള്ള ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് ഭൂമി എന്ത് ചെയ്തു, അത് പിന്നെ നന്നാക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഭൂമി അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് സ്കൂട്ടി ഇടയ്ക്ക് നിന്ന് പോയത്. ഭൂമിക്കാണ് സങ്കടവും ദേഷ്യം വന്നു. എന്ത് ചെയ്യാൻ പറ്റും? ഒരു വിധത്തിൽ അവിടെ ഇട്ട് ഭൂമി സ്കൂട്ടി സ്റ്റാർട്ടാക്കാൻ നോക്കുകയാണ്. കൃത്യം ഒരു ബാറിൻ്റെ ഫ്രണ്ടിലായിട്ടായിരുന്നത്. പക്ഷെ സ്റ്റാർട്ടാകുന്നില്ല. അപ്പോഴാണ് ഭൂമി ആ കാഴ്ച കാണുന്നത്. ബാറിനകത്തുനിന്ന് ഇറങ്ങി വരുന്നേ അഞ്ജനയുടെ കൂടെ വേറൊരു പുരുഷനും കൂടെ ഉണ്ട്. റോയി ആയിരുന്നു ഉണ്ടായിരുന്നേ. ഒരു നിമിഷം ഭൂമി അമ്പരന്ന് പോയി. ഇത് അഞ്ജനയല്ലേ? വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. ആടി ആണ് വരവ്. റോയിയുടെ തോളത്തേക്ക് കൈയൊക്കെ ഇട്ടാണ് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് വരവാണ്. അതുമാത്രമല്ല, അഞ്ജനയുടെ കയ്യിൽ ഒരു മദ്യക്കുപ്പി ഉണ്ടായിരുന്നു, നീറുകുപ്പി. അത് അഞ്ജന വായിലേക്ക് കുറച്ച് കുടിച്ചു. ബാക്കി റോയിയുടെ വായിലേക്കും കമിഴ്ത്തുവാണ്. വിശ്വസിക്കാൻ പറ്റിയില്ല ഭൂമിക്കത്. ഭൂമി പെട്ടെന്ന് അവിടെ ഇച്ചിരി മാറി നിൽക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും തോള് കൈയിട്ട് ഇങ്ങനെ ഉല്ലസിച്ച് വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അഞ്ജന അവനെ കെട്ടിപ്പിടിച്ചൊക്കെ ഉമ്മയൊക്കെ വെക്കുന്നുണ്ട്. ആ കാഴ്ച കണ്ടപ്പോൾ ഭൂമിക്കൊരു കാര്യം മനസ്സിലായി. അജയ് സാർ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമാണ്. ഇവൾക്ക് ഒരു തരിമ്പ് പോലും സ്നേഹമില്ല സാറിനോട്. പക്ഷേ എങ്കിൽ ഇവള് വേറെന്തോ ലക്ഷ്യം വെച്ചിട്ടാണ് കല്യാണത്തിന് സമ്മതിച്ചിരിക്കുന്നത്. ഇവളിങ്ങനെ നടക്കുന്നൊരു പെൺകുട്ടിയാണ്. ഒരു കാരണവശാലും സാറിൻ്റെ വിവാഹം നടക്കാൻ പാടില്ല. സാറിനെ പോലെ ഒരു നല്ലൊരു ചെറുപ്പക്കാരന് ഇവളുടെ കഴുത്തിലെങ്ങാനും താലി ആർത്തിയിട്ടുണ്ടെങ്കിൽ സാറിൻ്റെ ജീവൻ നശിച്ചു പോകും. നയനയെപ്പോലൊരു പെൺകുട്ടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആളാ. താനാണ് വിവാഹ നാടകത്തിന് ഒരുക്ക വന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇവൾ ഇത്രയും വലിയ നാടകം കളിക്കുന്ന. എന്നിട്ടാണ് ഇവളുടെ മനസ്സിൽ ഈ ചെറുപ്പക്കാരനാണോ, ഇത് ഇവളുടെ കാമുകനാണോ, ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ബന്ധമാണോ അവർ തമ്മിലുള്ളതെന്ന് അറിയത്തില്ല. പക്ഷെ ആ വരവ് കണ്ടിട്ട് അത്ര നല്ല ബന്ധമുണ്ടെന്ന് തോന്നിയില്ല. ഒടുവിൽ അവർ വന്ന് കാറിനകത്തേക്ക് കയറുവാണ് രണ്ടുപേരും കൂടെ. ഒരു നിമിഷം ശരിക്കും ഭൂമി ഞെട്ടിപ്പോയി. കാരണം ഇങ്ങനെയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പെൺകുട്ടി, അതും ഇങ്ങനെ ഈ മദ്യമൊക്കെ കുടിച്ച് ബാറിൽ നിന്ന് ഇറങ്ങി വരുന്നതൊക്കെ കാഴ്ച, അത് ഭൂമിയെ വല്ലാതെ അമ്പരിപ്പിച്ചൊരു കാര്യമായിരുന്നു. അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഭൂമി പെട്ടെന്ന് അജയനെ വിളിച്ചു. അജയെ വിളിച്ച് കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അജയനെ വിളിച്ച് കാര്യങ്ങൾ പറയാണ്. ഇന്നതുപോലെ ഒരു കാര്യം കണ്ടെന്നൊക്കെ അജയോട് പറഞ്ഞു. അതുമാത്രമല്ല സ്കൂട്ടി കേടായ കാര്യം അതും പറഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയില്ല, അത് ഭൂമി നിൽക്കുകയുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അജയ് വന്ന് ഭൂമിയെ വീട്ടിൽ കൊണ്ട് വിടാമെന്ന് പറയണം. അങ്ങനെ അവർ പോകുന്ന സമയത്ത് അജയ് ഭൂമിയോട് പറഞ്ഞു, ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ, എനിക്കറിയാം അവൾ ഇതിലപ്പുറം ചെയ്യുന്ന എനിക്കറിയാം. അവളുടെ മനസ്സിൻ്റെ ഒരു കോണിപ്പോലും ഞാനില്ല. അവൾക്ക് ഇപ്പം എല്ലാവരുടെയും കണ്ണി പൊടിയിടാനായിട്ട് എന്നെ വേണം. അതുമാത്രമല്ല എന്നെ കല്യാണം കഴിക്കണമെന്നൊരു വാശിയാണ്. ആ വാശിയുടെ പുറത്താണ് അവൾ എൻ്റെ ഭാര്യയാൻ തീരുമാനിച്ചു തന്നെ. അവളുടെ ഭർത്താവ് ഞാനായിട്ടുണ്ട്. എൻ്റെ ജീവൻ നശിച്ചതാ ഭൂമി എന്ന് പറഞ്ഞു. ഭൂമി പറഞ്ഞു, സാറ് വിഷമിക്കൊന്നും വേണ്ട, ഒരു കാരണവശാലും ആ ബന്ധം നടക്കാൻ പോകുന്നില്ല. സാറ് പറഞ്ഞ പോലെ സാറിൻ്റെ ഭാര്യയാണ് ഞാൻ ഒരുക്കുവാന്ന് പറഞ്ഞല്ലോ. ഇനിയിപ്പം എന്തൊക്കെ സംഭവിച്ചാലും അത് അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. സാറിൻ്റെ നയന വരുന്നവിടം വരെ സാറിൻ്റെ ഭാര്യയായിട്ട് അഭിനയം തുടരാനായിട്ട് എനിക്ക് പൂർണ്ണ സമ്മതം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അജയ്ക്ക് സന്തോഷമായി. അപ്പോൾ ഇത്രയും ദിവസം താലി കെട്ടാനൊന്നും ഭൂമി സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ഭൂമിയുടെ മനസ്സിൽ ചില മാറ്റങ്ങളൊക്കെ വന്നു. ഒരു പക്ഷേ ഇനിയിപ്പോൾ താലി കെട്ടിയില്ലെങ്കിൽ അജയ് സാറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ, കള്ളത്തരാന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അഞ്ജനയെ പോലെയുള്ള കുരിശ് അജയ് സാറിൻ്റെ തലയിലേക്ക് കയറും. അതൊരു കാരണവശാലും പാടില്ല. അതിന് വേണ്ടിയിട്ട് അങ്ങനെ അജയെ രക്ഷിക്കാനായിട്ട് ഭൂമി ഒരുങ്ങുവാണ്. അതിൻ്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.